ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2020 മാർച്ച് 15 തൊട്ട് 2020 ഏപ്രിൽ 14 വരെയുള്ള ഫലമാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് സൂര്യൻ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. നമ്മളിതിന് മീനമാസം എന്ന് പറയും. ഈ ഒരു മാസം വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണിച്ചിട്ടുള്ള സബ്സ്ക്രൈബ് ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി ഒന്ന് കാണണേ. വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് 2020 മാർച്ച് 15 തൊട്ട് 2020 ഏപ്രിൽ 14 വരെയുള്ള മീനമാസഫലം വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമ്മളൊരു പൊതുഫലമാണ് നമ്മൾ പറയുന്നത്. ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. ഒരിക്കലും ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് 100% ഫലം കറക്റ്റായിട്ട് എനിക്ക് നല്ല ഒരു ജ്യോതിഷനും അത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരാളുടെ ലഗ്നം ഏതാണെന്ന് അറിയണം, അവർക്ക് ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപഹാരമാണ് നടക്കുന്നത്, ഈ ദശയുടെയും അപഹാരത്തിന്റെയും ഗ്രഹം അവർക്ക് ഏത് ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ഭാവം ഗുണമോ ദോഷമോ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് അവർക്ക് ഏത് രാശിയിലാണ് ഉള്ളത്, ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് 100% ഫലം കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതിന് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് 100% ഫലം കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതൊരു പൊതുഫലം ഏകദേശം ഒരു 50%. എന്നാലും ഏകദേശം ഒരു 50% ഈ ഒരു മാസം വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. വിശാഖത്തിൽ 2 രാശിയുണ്ട്, തുലാമും ഉണ്ട്, വൃശ്ചികവും ഉണ്ട്. ആദ്യം തുലാം രാശിയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവരുടെ 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നത് അത്രയ്ക്കും ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. 11 എന്ന് പറയുമ്പോൾ തന്നെ ലാഭം. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ലാഭം കുറയുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെ കൊണ്ട് ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. എൽഡർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, എൽഡർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ കൊണ്ട് ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. അവർക്ക് വേണ്ടി ചെലവ് കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ഹെൽപ്പ് എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ആരുടെയും ഹെൽപ്പ് ചോദിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. ജയം എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ജയം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. കോടതിയിൽ എന്തെങ്കിലും കേസൊക്കെ നടക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിജയം ലഭിക്കുക എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുകയെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും അത്രയ്ക്കും ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. ഹെൽത്ത് ഇഷ്യൂസ് സോൾവ് ആവുക എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെലവ് കൂടുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. ദൈവവിശ്വാസം എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ദൈവവിശ്വാസം കുറയുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. വലിയ ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 11ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, വലിയ ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഇഷ്യൂസ് വരാനും അത് ബ്രേക്ക് ആവാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. അസുഖം എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, അസുഖം മാറാനും അസുഖമായിട്ട് ബന്ധപ്പെട്ട് ചിലവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ശത്രു എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, ശത്രുവിന് ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ശത്രുവിന് വിജയം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. നമ്മുടെ ധനം ശത്രുവിന്റെ കയ്യിൽ പോകാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. കടം എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, കടം മേടിക്കാൻ സാധ്യത കൂടുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഈസി ആയിട്ട് ആരുടെ അടുത്ത് ചെന്ന് നമ്മൾ കടം ചോദിച്ചാലും കടം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി ആയിരിക്കും. ലോണൊക്കെ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ലോണൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി ആയിരിക്കും. മുറിവ് വേദന എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, മുറിവ് വേദന ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി ആയിരിക്കും. യൂറിനറി പ്രോബ്ലം എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, യൂറിനറി പ്രോബ്ലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധനനഷ്ടം വരാനും ചെലവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി ആയിരിക്കും. തെഫ്റ്റ് മോഷണം എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, നിങ്ങളുടെ ധനം മോഷണം പോകാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി ആയിരിക്കും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറി ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. കടം മേടിക്കുക എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, കടം മേടിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാം അധിപതി സൂര്യൻ 6 സഞ്ചരിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഗുണം ലഭിക്കാത്ത ഒരു മാസം തന്നെ ആയിരിക്കും. അവരെ കൊണ്ട് ചെലവ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ലേബേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് 6ാമത്തെ ഭാവമായിട്ട്
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 11-ാം അധിപതി സൂര്യൻ 6-ൽ സഞ്ചരിക്കുന്നുണ്ട്. ലേബേഴ്സായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറി ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. അച്ഛന്റെ ജോലി എന്ന് പറയുന്നത് 6-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 11-ാം അധിപതി സൂര്യൻ 6-ൽ സഞ്ചരിക്കുന്നുണ്ട്. അച്ഛന്റെ ജോലിയിൽ ഗുണം ലഭിക്കുന്ന, ലാഭം കൂടുതൽ അച്ഛന് ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഈ ഒരു മാസം നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഗുണം കൂടുതൽ ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് വൃശ്ചികം രാശിയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവരുടെ 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. 10 എന്ന് പറയുമ്പോൾ തന്നെ തൊഴിൽ, 5 എന്ന് പറയുന്നത് സന്താനങ്ങൾ. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. 10 എന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനം, നമ്മുടെ കർമ്മം കൊണ്ടുള്ള ഗുണദോഷ കർമ്മഫലം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. പിന്നെ ജയം എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ജയം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. പ്രൊമോഷൻ എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ബിസിനസ് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഗവൺമെന്റ് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഗവൺമെന്റിന് കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. കൃഷി എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. മെഡിസിൻസ് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. സ്റ്റാമ്പ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങളുടെ വീട്, വസ്തു ഇതൊക്കെ ക്രയവിക്രയം ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് 10-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളുടെ കൂടെ ദൂരെയുള്ള ക്ഷേത്രമൊക്കെ ദർശനം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. 5 എന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞ് ജനിക്കുന്നതെന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ആക്റ്റീവ്, എൻജോയ്മെന്റ്, പിന്നെ എന്റർടൈൻമെന്റ് ഇതൊക്കെ എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. ലവ് എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. പ്രേമിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ് വഴി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനെ കൊണ്ട് ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. സ്പോർട്സ് എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. സ്പോർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. കോടതി എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് നടക്കുന്നവർക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. വൈഫ് ഓർ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടീസിനെ കൊണ്ട് ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ PhD ഇതൊക്കെ വലിയ വലിയ പഠിത്തങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. PhD ഇതൊക്കെ വലിയ വലിയ പഠിത്തങ്ങൾ പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു മാസം തന്നെ ആയിരിക്കും. പിന്നെ പ്രഗ്നന്റ്, അബോർഷൻ ഇതൊക്കെ എന്ന് പറയുന്നത് 5-ാമത്തെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 10-ാം അധിപതി സൂര്യൻ 5-ൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയായിരിക്കും. പക്ഷേ ഇതിന്റെ കൂടുതൽ ഗുണവും ദോഷവും അത് നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ജാതകത്തിലുള്ള ഗ്രഹത്തിന്റെ അടിസ്ഥാനം വെച്ചിട്ടായിരിക്കും. എന്നാലും ഏകദേശം ഒരു 50% ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.